22 വർഷത്തെ തൊഴിൽദാന പ്രവർത്തനം കൊണ്ട് തിരുവനന്തപുരത്തെ അനന്തപുരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സ്. ഈ 22 വർഷം പിന്നിട്ട വേദികൾ, അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികൾ, അദ്ദേഹം പിന്നിട്ട വേദികളെല്ലാം നമ്മൾ ജനചിന്തയുമായി ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സ് MD ശ്രീ അനിൽകുമാർ സർ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കാം. 22 വർഷമായി ഈ ഒരു സംരംഭം. അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ 22 വർഷത്തെ യാത്രയിലുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? ആദ്യം തുടക്കം എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ചെറിയൊരു ഓഫീസായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വലിയ ത്യാഗത്തിൽ നിന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് ഒരു സീറോയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. എന്നിട്ട് നമ്മൾ ഈ 2021 വരെ നല്ല പവർഫുള്ളായിരുന്നു. അപ്പോഴാണ് കൊറോണ ബാധിക്കുന്നത്. അപ്പോൾ വീണ്ടും ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് ഹോം നേഴ്സിംഗ് അന്ന് ചെയ്തത്. അന്ന് വീട് ജോലിക്കൊന്നും ആളെ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. രോഗി പരിചരണം കൊടുത്ത് പിടിച്ചു നിന്നതാണ്. ആ സമയത്തൊക്കെ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്തു. പൊളിറ്റീഷ്യനിൽ ഫുഡൊക്കെ എത്തിക്കുക. പിന്നെ കൊറോണ പേഷ്യൻ്റായിട്ട് നമ്മളിൽ പെട്ട തന്നെ ജോലിക്കാർ പല വീടുകളിലായിപ്പോയി. അപ്പോഴൊക്കെ അവരെയൊക്കെ മാറ്റി നിർത്തി. അപ്പോൾ നമുക്കൊരു പങ്ക് സഹായിച്ച ആളിനെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഈ ഫീൽഡിലുണ്ടല്ലോ. അപ്പോൾ 22 വർഷമായി തുടങ്ങുന്നതിന് മുമ്പ് തുടക്കം എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഒരു എന്താ പറയുക, ജോബ് കൺസൾട്ടൻസി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഹോം നേഴ്സിംഗ് സർവീസ് എന്ന രീതിയിലോട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രേരണ അതെങ്ങനെയായിരുന്നു? പ്രേരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ 2 ഗുരുവായൂരപ്പൻ ട്രാൻസ്പോർട്ടിംഗ് ആയിരുന്നു. ഞാനൊരു ആളെ സഹായിച്ചതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു അനുഗ്രഹ ഹോം നേഴ്സിംഗിൽ സ്ഥാപനം ഉണ്ടായിരുന്നു. ഒരു റിട്ടയർഡ് SEO CA ചെയ്തിരുന്നതാണ്. പുള്ളി വയ്യാതായപ്പോൾ പുള്ളിക്ക് നടത്താൻ പറ്റില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. സാറേ അത് എടുത്ത് നടത്തുകയാണെങ്കിൽ എനിക്കൊരു ജോലിയാവുമെന്ന് പറഞ്ഞു. ഞാനൊരു ക്ഷേത്രത്തിൽ വെച്ചാണ് അവരെ പരിചയപ്പെടുന്നത്. അവരിപ്പോഴും ഉള്ളൂരൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ സിനിമയിലും ചെറിയ അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ചെറിയ ബിസിനസ് എന്തെങ്കിലും തുടങ്ങണമെന്നിരുന്ന സമയത്താണ് ഈ ഒരു പരിപാടിയിലോട്ട് വരുന്നത്. അപ്പം തുടങ്ങിയ സമയത്ത് അവർ നല്ല ആക്റ്റീവായിട്ട് നിന്ന് എല്ലാത്തിനും നിന്ന് പത്രപരസ്യം കൊടുക്കുക, ഇതിൻ്റെ സീഡ് തയ്യാറാക്കുക. അഡ്വക്കേറ്റ് മംഗളാധാര മേഡമാണ് ഇതിൻ്റെ തുടക്കം നമുക്ക് എല്ലാം. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും 100% ഒക്കെ ആയ ശേഷം ചെയ്യാൻ താല്പര്യം. അപ്പോൾ ഈ സീഡ് എനിക്കും കിട്ടിയ ശേഷമാണ് ഞാൻ കെട്ടിടം തന്നെ നോക്കി തുടങ്ങിയത്. അവിടെ വന്ന് അവർ ഒരു 3 മാസം പരസ്യങ്ങളൊക്കെ കൊടുക്കാനും എല്ലാം എനിക്ക് പറഞ്ഞൊക്കെ തന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അവർക്ക് പെട്ടെന്ന് അവർ ഈ സിനിമയിൽ ചെറിയ റോളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അവരങ്ങ് മാറി. പിന്നെ ഞാനും ഒന്നേന്ന് പഠിച്ചു തുടങ്ങി. എൻ്റേതായ ഒരു സ്റ്റൈലിലാണ് ഈ സ്ഥാപനം കൊണ്ടുണ്ട്. ജോലിക്കാർ വരുമ്പോൾ നമുക്ക് എങ്ങനെ പെരുമാറണം, കസ്റ്റമർ എങ്ങനെ ഡീൽ ചെയ്യണം. പിന്നെ ഒരു സ്റ്റാഫിനെ കൂടെ വെച്ചു. അവിടെ നിന്ന് പിന്നെ പ്ലേസ്മെൻറ്റ് ആയിട്ട് ഇങ്ങനെ വീട് ജോലി ഹോം നേഴ്സ് മാത്രമല്ല, പ്ലേസ്മെൻറ്റ് ജോലിക്കാരെ കൊടുക്കാൻ വേണ്ടിയിട്ട് കാൻഡിഡേറ്റിന് സ്ഥാപനങ്ങളിൽ കൊടുക്കുക, വിദ്യാഭ്യാസമുള്ളവരെ കൊടുക്കുക. ടെക്നോ പാർക്കിനകത്തൊക്കെ ഒരുപാട് വർക്കുണ്ടായിരുന്നു. കൊറോണയ്ക്ക് നല്ല വർക്കുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മാട്രിമോണി, അത് ഇപ്പം നമ്മളതൊരു സൈറ്റാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പായിട്ട് നമ്മൾ ആദ്യം വീട് ജോലി ഹോം നേഴ്സ് മാത്രമായിരുന്നു. പിന്നെ മാട്രിമോണിയായി, പ്ലേസ്മെൻറ്റായി, പിന്നെ കുറച്ച് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു പരിപാടിയിലോട്ട് വന്നു. ഇതെല്ലാം ഈ കൊറോണ വന്നപ്പോൾ നമുക്ക് ഈ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഹോട്ടൽ അമ്പതിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഓഫീസായിരുന്നു ഉള്ളിലോട്ട്. അന്ന് 3000 വാടക. അവിടെ നിന്ന് റോഡ് സൈഡിലോട്ട് വന്നപ്പോൾ വാടക കൂടി. നമ്മളെ ബിസിനസ്സും നന്നായിട്ട് വളർന്നു വന്നു. ജോലിക്കാർ നമ്മളെ കൂടെ നിന്ന ആൾക്കാരുണ്ട് ഒരുപാട് പേര്. കൊറോണ സമയത്ത് അവരെല്ലാവരും ഇപ്പം തന്നെ നമ്മൾ പുതിയ ബുക്ക് ഈ ഓണ സമയത്തൊക്കെ പഴയ ബുക്ക് എടുത്ത് വിളിക്കും പറയും. കുറേ പേര് മരിച്ചു, കുറേ പേരൊക്കെ ജോലിക്ക് വരുന്നില്ല, ഏജായി, പിന്നെ വയ്യാത്തവരുണ്ട്. ഏകദേശം ഒരു 22 വർഷം എന്ന് പറയുന്നത് വലിയൊരു ഏരിയയാണ്, വലിയൊരു പീരീഡാണ്. അപ്പോൾ ഇതിൽ ഒരു 5000 പേർക്കെങ്കിലും ജോലി കൊടുത്തിട്ടുണ്ട്. 5000 ഒന്നുമല്ല, കൂടുതലാണ്. നമുക്ക് ആ സമയത്ത് കൊറോണയ്ക്ക് മുമ്പേ ട്രിവാൻഡ്രം ഓഫീസിൽ മാത്രം തന്നെ 1500ഓളം ജോലിക്കാർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലുപരി പ്ലേസ്മെൻറ്റ് മേഖലയിൽ നമ്മളൊരു മാസം ഒരു മാസത്തിലൊരു കുറഞ്ഞത് 50 പേർക്ക് ജോലി കൊടുക്കും. 50 പേരെന്ന് പറയുമ്പോൾ ഒരു വർഷം ആകുമ്പോഴത്തേക്ക് നല്ലൊരു കുറഞ്ഞതാണ് 50 പേര്. പിന്നെ ഇവിടെ മാത്രം 1500. പിന്നെ മെഡിക്കൽ കോളേജിൽ ഒരു 850 ജോലിക്കാരുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കൊറോണയ്ക്ക് ശേഷം നമ്മൾ ഉദ്യോഗങ്ങളങ്ങനെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം. ഈ രണ്ടിടത്തും മെഡിക്കൽ കോളേജിലും ട്രിവാൻഡ്രത്താണ് ഏറ്റവും കൂടുതൽ വർക്ക് ഉണ്ടായിരുന്നത്. എല്ലാത്തിലും ഏകദേശം 5ഓളം ബ്രാഞ്ചസ് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ 5. കൊറോണയ്ക്ക് ശേഷമാണ് ഉദ്യോഗങ്ങൾ അങ്ങനെ ഓപ്പൺ ചെയ്തത്. മറ്റേ മായ വിശ്വനാഥാണ് ഓപ്പൺ ചെയ്യുന്നത്. അവിടെയും കുഴപ്പമില്ല, നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്.
നല്ല സ്റ്റാഫുകളുണ്ടെങ്കിൽ നമ്മളതൊന്നും അറിയണ്ട, അവർ നോക്കിക്കോളും. നമ്മളൊരു സപ്പോർട്ട് മാത്രം ഒന്ന് കൊടുത്താൽ മതി. എല്ലാ കാര്യങ്ങളൊന്നും അടുപ്പിച്ചു കൊടുക്കുക, അവർ അകത്തിരുന്ന് വർക്ക് ചെയ്താണ്. ഇപ്പോൾ സാധാരണയായിട്ട് ഈ ജോബ് പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ റിസ്ക് ഉള്ള ഒരു ഫീൽഡാണ്. അതായത് നമ്മൾ ഒരു തൊഴിലാളിയെ അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിലേക്ക് ഒരാളിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളിനെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് അവിടുത്തെ മുതലാളിയുമായി വലിയ ഒരു ആത്മബന്ധമൊന്നും സ്ഥാപിക്കാൻ കഴിയാതെ ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടത്തേക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അത് തരണം ചെയ്തു? ആ സമയത്ത് നമ്മൾ സ്റ്റാഫുകൾ വേറെ ജോലിക്കാരെ നോക്കും. ഒന്നുകിൽ ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രാഞ്ചസ് ഇതിരെ വിളിച്ച് പറയുക, അല്ലെങ്കിൽ ഉദയംകുളങ്ങര പുല്ലാനിക്ക് അങ്ങനെ ഒരു ബ്രാഞ്ചിൽ വിളിച്ച് പറയും. പിന്നെ മെഡിക്കോളജി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അവരും തരും. അവർക്ക് വർക്ക് ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളത് തരണം ചെയ്ത് നമ്മൾ ഇവിടെ പ്ലേസ് ഇതിൻ്റെ വർക്ക് പെൻഡിങ് എഴുതും. ഇപ്പോൾ ഇന്ന് ഒരു കസ്റ്റമറിനുണ്ട്, ഇപ്പോൾ നമ്മൾ എം ജി സുമർ സാറിൻ്റെ വീട്ടിലൊക്കെ ചെയ്തിരുന്നു, സുരേഷ് ഗോപി സാറിൻ്റെ. അപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമറിന് ആൾ ഇല്ല, ഇന്നലെ നിങ്ങൾ തന്ന ആൾ ഇന്ന് പോയി രാവിലെ, അവർക്കൊരു മരണമായിരുന്നു, ഇനിയിപ്പോൾ അവർ എന്തായാലും അവർ വേണ്ടപ്പെട്ട ആളാണ് മരിച്ചത്, ഒരു 16 ദിവസത്തേക്ക് കിട്ടും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അതൊരു പെൻഡിങ് വർക്കാക്കി ഇടും. ഇപ്പോൾ തിങ്കളാഴ്ച രാവിലെ ആണെങ്കിൽ 10 കസ്റ്റമർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞാൽ അത് പെൻഡിങ് വർക്കാക്കി എടുത്തിട്ട് ഇതിന് നമ്മളിപ്പം 5 ഓഫീസിൻ്റെ ഗ്രൂപ്പുണ്ട്. ഈ 5 ഓഫീസിലോട്ട് ഇത് ഒരു വാട്സപ്പിൽ എടുത്ത് ഗ്രൂപ്പിലാക്കും. അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവരുടെ ജോലി, എനിക്ക് നിന്നൊരു ജോലി വേണമെന്ന് പറഞ്ഞ ഒരാൾ ഉദയംകുളങ്ങര വന്നുവെങ്കിൽ അവരെ ഇങ്ങോട്ട് തരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അവരെവിടെ നിന്ന് വരാൻ പറയാം. സംതൃപ്തി കൊടുക്കുന്നുണ്ട് നമ്മൾ. ഒരിക്കലും ഇല്ല. അത് നമ്മൾ കസ്റ്റമറിൻ്റെ ഭാഗം മുൻതൂക്കം എടുക്കണമെങ്കിലും ജോലിക്കാർക്ക് അതിലും കുറച്ചുകൂടെ മുൻതൂക്കം കൊടുക്കണം എന്ന് തന്നെ പറയും. 2 പാർട്ടിക്കാരും വേണം. അല്ലാതെ നമുക്കൊരു നല്ല കസ്റ്റമർ ഉണ്ട്, എം ജി ശ്രീകുമാർ ഉണ്ട്, സുരേഷ് ഗോപി ഉണ്ട്, മോഹൻലാൽ ഉണ്ട്, ഇങ്ങനെ അല്ലെങ്കിൽ വേറെ ഇവിടുത്തെ ഒരു ഡോക്ടറുണ്ട്, എഞ്ചിനീയർ ഉണ്ട് എന്ന് പറഞ്ഞ് കുറേ കസ്റ്റമറിനെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് അതേപോലെ ജോലിക്കാർ വേണം, നല്ല ജോലിക്കാർ വേണം. അപ്പോൾ 100 പേര് വരുന്നതിൽ ചിലപ്പോൾ ഒരു 10 പേര് മോശമായിരിക്കില്ല എന്ന് പറയുന്നില്ല. ചിലർക്കൊക്കെ അവരുടേതായ ഒരു ചുറ്റുപാടിൽ നിൽക്കണം. ഇന്ന് ജോലിക്കാർക്കും കുറച്ച് ഡിമാൻഡുണ്ട്, ഇല്ലെന്നല്ല, പഴയ കാലമല്ലല്ലോ. അപ്പോൾ അവരും പറയും പോയാൽ കിടക്കാനുള്ള സൗകര്യം വേണം, അടുക്കളയിലൊക്കെ കിടക്കാൻ സൗകര്യം കൊടുത്ത് അവരാരും ചിലർ കിടക്കില്ല. ചിലർ ഇപ്പോൾ വീട് സൗകര്യം കുറഞ്ഞ കസ്റ്റമർ ഒരു ബെഡൊക്കെ ചിലപ്പോൾ കിച്ചണിലൊക്കെ ഇട്ട് കിടക്കാനായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അവർ പറയും എനിക്ക് തുണി മാറാൻ അതിൻ്റേതായ ഒരു സൗകര്യത്തിന് റൂമൊക്കെ കിട്ടുകയാണെങ്കിൽ നിൽക്കാം എന്ന് പറഞ്ഞു പോകുന്ന ജോലിക്കാർ ഒരുപാട് വരിക. ഇപ്പോൾ എന്തൊക്കെ സർവീസാണ് ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സ് ചെയ്തു കൊടുക്കുന്നത്? നമ്മളിപ്പോൾ ചെയ്യുന്നത് വീട് ജോലിക്കുള്ള ആൾക്കാർ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ രോഗി പരിചരണം, പിന്നെ പ്രസവത്തിൻ്റെ ഇത്, പിന്നെ വീട് ക്ലീനിങ്. പിന്നെ അതിൽ പോയിട്ട് നമുക്കിപ്പം കൂടുതലും വരുന്ന വീട്ടു ജോലിക്കും രോഗി പരിചരണത്തിനാണ്. പ്രസവത്തിൻ്റെ അവർക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം മൾട്ടി ലെവൽ ഹോസ്പിറ്റലിലൊക്കെ വന്നപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ. പിന്നെ വീട്ടിൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവർ മാത്രമാണ് നമ്മളിന്ന് പ്രസവത്തിന് തന്നെ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അത് ആ സെക്ഷനിൽ അത്രയെങ്കിലും തീരും. ക്ലീനിങ് ആയിരുന്നാലും രോഗി പരിചരണമായിരുന്നാലും പാചകത്തിന് പോകുന്ന ആൾക്കാരായിരുന്നാലും അച്ഛനെയോ അമ്മയോ നോക്കുന്ന അങ്ങനെയൊക്കെയുള്ള അതിൽ നമ്മുടെ ആ വീട്ടു ജോലി കോമ്പിനേഷൻ രോഗി പരിചരണത്തിൽ തീരും. പിന്നെ പ്ലേസ്മെൻറ്റിൽ ഏതാണ്ടപ്പെട്ട സ്ഥാപനങ്ങൾ ഇപ്പോൾ പഴയതുപോലെ നമുക്ക് വീണ്ടും ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക കസ്റ്റമർ ഇപ്പോൾ എന്നെ വിളിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഏതാണ്ടപ്പെട്ട നമ്മളെ ടെക്നോ പാർക്കിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ, പിന്നെ നമ്മുടെ മുത്തൂറ്റിൻ്റെ പോലെ ബാങ്കുണ്ട് കുറേ, ഈ ആയിലത്ത് ഫൈനാൻസ് നമ്മളാണ് ആളെ കൊടുക്കുന്നത്, പുള്ളിയുടെ വീട്ടിലും നമ്മളാണ് കൊടുക്കുന്നത്. അതേപോലുള്ള കുറേ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഒത്തിരി നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. നമ്മൾ ഇത്രയും കാലം ഉള്ളതുകൊണ്ട് പ്ലേസ്മെൻറ്റ് നമ്മൾ തന്നെയാണ് ട്രിവാൻഡ്രത്ത് കുറച്ച് കൂടുതൽ ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റ് കണ്ടിരുന്നാലും ചോദിക്കും, എന്നെ ചിലപ്പോൾ ആർക്കും അറിഞ്ഞു ഗുരുവായൂരപ്പൻ എന്ന്, നിങ്ങൾ ആളാണല്ലോ ഇന്ന ബാറിൽ നിൽക്കുന്നത്, ബാർ ഹോട്ടലിൽ നിൽക്കുന്നത്, അവിടെ ഫുഡ് കഴിക്കാൻ കയറി. അല്ലെങ്കിൽ നമ്മൾ മദർ ഭാഷ ഇപ്പോൾ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു ഹോട്ടലാണ് മദർ ഭാഷ. അവിടെ സൺലൈറ്റിൻ്റെ ചോദിച്ചാലും അറിയാം നമ്മളെ ആൾക്കാരാണ് അവിടെ. കുറച്ച് പാചകത്തിനൊക്കെ വേറെ ഹിന്ദിക്കാർ നിൽക്കണമെങ്കിലും പാഴ്സലിൽ നിൽക്കുന്നത്, വിളമ്പാൻ നിൽക്കുന്ന ലേഡീസ്, ഇതെല്ലാം കുറച്ച് കൂടുതൽ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. അവിടെ നിന്ന് പ്ലേസ്മെൻറ്റിൽ ചെയ്തതാണ്. അതുപോലെ ടെക്നോ പാർക്കിനകത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എനിക്കത് നോക്കണമെങ്കിൽ നമ്മുടെ പ്ലേസ്മെൻറ്റിൻ്റെ ബുക്കുകൾ നോക്കിയാലേ കസ്റ്റമർ പറയാം. ഇപ്പോൾ ഇത് നമ്മുടെ ജോബ് പ്ലേസ്മെൻറ്റ് അങ്ങനെയുള്ള സാമൂഹ്യ സേവനത്തിന് പുറമേ തന്നെ ഒരു ചാരിറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നതായിട്ട് ഉണ്ട്. നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശസ്തി പത്രങ്ങൾ കിട്ടിയിരിക്കുന്നതും കുറച്ച് അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പം അങ്ങനെ ഒരു മേഖല കൂടെ ഇതിനകത്ത് അതൊന്നു മുതലാണ്, അത് ഇതിനോടൊപ്പം തുടങ്ങിയതാണോ? ചാരിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലങ്ങനെ ഒരു ചാരിറ്റി ആയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ചാരിറ്റി ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് ചാരിറ്റി. അപ്പം എൻ്റെ മകൾ പ്രസവത്തിൽ മരിച്ചു പോയതാണ്. അപ്പം അവളുടെ ഓർമ്മ ഒന്ന് നിലനിൽക്കണം. നമ്മൾ കുറച്ച് കുപ്പികളെയോ അല്ലെങ്കിൽ കുറേ ഡ്രസ്സോ വാങ്ങി ഒരു റൂമിലൊരു സൂക്കേസിനകത്ത് വെച്ചിട്ട് കാര്യമില്ല. അതിന് പകരം ഫസ്റ്റ് ഞാൻ താഴെ ഓഫീസായിരുന്നു, രാജ് മെഡിക്കൽസിൻ്റെ ഗ്രൗണ്ടിലായിരുന്നു. ആ സമയത്ത് 2 കുട്ടികളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല. അവർക്ക് ആ അമ്മയ്ക്ക് ജോലിക്കും പോകണം. ഈ കുട്ടികളെയും കൊണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ഞാൻ നോക്കിയപ്പോൾ അതൊരു കൊച്ചു പെൺകുട്ടി, ഒരു പയ്യനുമുണ്ട്.
അപ്പോൾ എൻ്റെ തോന്നുന്നു സാർ ഇവരെവിടെയെങ്കിലും ആക്കിയാൽ എനിക്ക് ജോലിക്ക് പോയിരുന്നു. അവർക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പോലും പറ്റുന്നില്ല. പാറശാലയിൽ നിന്ന് വന്നതാണ്, അവരുടെ ഒരു ഇളയമ്മയും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയാൽ നമ്മുടെ വെങ്ങാനൂർ പുല്ലാനിമുക്കിൽ അന്നൊരു വലിയ വീട്ടിൽ അവിടെ ഒരു ഹോസ്റ്റൽ, അവർ വലിയൊരു ഒരു ഡേ കെയർ പോലെയല്ല, ഈ ആരുമില്ലാത്ത നമ്മുടെ ഈ ചിത്രാഹോം പോലെ അവർ പ്രൈവറ്റ്, അവർക്ക് വെളിയിൽ നിന്നെന്തോ ക്യാഷൊക്കെ കിട്ടി അങ്ങനെ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഞാൻ അച്ഛനും ഇവിടുത്തെ ആ ഒരു സാറുമായിട്ട് നല്ല പരിചയമുണ്ട്. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് അവിടുത്തെ നമ്പർ വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുത്തു, ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. ഇവിടെ നിന്ന് ഓട്ടോ പോണതിന് 280 രൂപ എന്താണ്, ഞാൻ 300 രൂപ അവരുടെ കൈ കൊടുത്തു. പോയി നോക്കിയിട്ട് കുട്ടികൾ അവിടെ ആക്കണം, പ്രത്യേകിച്ച് എൻ്റെ വിസിറ്റിംഗ് കാർഡ് ഇവിടെ കൊടുത്തു, അച്ഛൻ്റെ പേരും പറഞ്ഞു. ചെന്ന ഉടനെ തന്നെ കുട്ടികൾക്ക് അവിടെ കൊടുത്തു. വൈകുന്നേരമായപ്പോൾ ഞാനൊരു 8:30 അവിടെ ചെന്നു, കുട്ടികളൊക്കെ ആയി, ഭക്ഷണമൊക്കെ കഴിച്ചു. പിറ്റേന്ന് രാവിലെ ഈ ലേഡിയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അവർ നമ്മുടെ അടുത്ത് ജോലിക്ക് വന്നു. ആ കുട്ടിയൊക്കെയാണ് ആദ്യമായിട്ട് ഞാൻ ഈ പഠനോപകരണം കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠനോപകരണം കൊടുത്തേ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾക്ക് ബാഗ് വാങ്ങി കൊടുക്കാനോ, ഒരു കുട വാങ്ങാനോ, ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വാങ്ങാനോ, ഒരു 5 പറഞ്ഞ 5 നോട്ട്ബുക്ക് വാങ്ങി കൊടുക്കാൻ പോലും അവരുടെ പൈസയില്ല. അവർ 10-20 രൂപയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അവർക്കാണ് ആദ്യമായിട്ട് 2 പേർക്ക് പഠിക്കാൻ വേണ്ടിയുള്ളൊരു സപ്പോർട്ട് കൊടുത്തു. പിന്നെ ഞാൻ കൊടുത്തത് ആരനാടുള്ളൊരു കുട്ടിക്ക് ഒരു സ്പോൺസർ കൊടുത്തിരുന്നു, അതും ഒരു കൊച്ചാണ്. അതിനിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ വന്നവർ എല്ലാ വർഷവും നമ്മൾ ഇവിടെ ട്രിവാൻഡ്രത്ത് തക്കേട് ഗാന്ധി സ്മൃതി ഹാളിൽ ഒരു 100 കുട്ടികൾ 22ാം വാർഷിക ആഘോഷം നടക്കുന്നതും ഗാന്ധി ഭവനിൽ വെച്ചാണ്. അതിനുപരി പിന്നെ കൊറോണ വരെയും നമ്മൾ വിതിരയിലും ഒരു ശിവൻകുൽ ജംഗ്ഷനിൽ ഒരു സ്കൂളിൽ കൊടുത്തു, നമ്മുടെ നെല്ലിയോള ഒരു സ്കൂളിൽ കൊടുത്തു. അപ്പം ഞാൻ അത് ശരിക്കും പിന്നെ നോക്കിയപ്പോൾ അർഹതപ്പെട്ടവരുടെ കയ്യിലൊന്നും അല്ല എത്തുന്നതെന്ന് എനിക്ക് തോന്നി. കുറേ ആൾക്കാർ വരുന്നുണ്ട്, നമ്മൾ നല്ല വലിയ രാഷ്ട്രീയക്കാരായിരുന്നാലും സിനിമക്കാരായിരുന്നു, അവരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു കൈ കൊണ്ട് ഇങ്ങനെ വാങ്ങിയിട്ട് കുട്ടികൾ അലസ്യമായിട്ടാണ് പോകുന്നത്. അവരുടെ അടുത്ത് പോലും ഒന്ന് തൊഴുത് കൈ കാണിക്കുക. രക്ഷകർത്താക്കൾ അത് പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മുടെ പന്നീർ സാറിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരു കൈ കൊണ്ട് നോട്ട്ബുക്ക് വാങ്ങി പോകുന്ന കുട്ടികളുണ്ട്. ചിലപ്പോൾ സാറിനത് ഫീൽ ചെയ്യും, പക്ഷേ എനിക്കതൊരു ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ബാലികാ മന്ദിരത്തിൽ ഒരു 62 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കാണ് അതിൻ്റേതായ ആ ഒരു ബുദ്ധിമുട്ടും, രക്ഷകർത്താക്കൾ ഇല്ലാത്തവരും, ഒരു പെൻസിൽ വാങ്ങി കൊടുക്കാൻ ആരും ഇല്ലാത്തവരും. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വൈഫ് പോയി അവരുടെ പ്രായപൂർത്തിയെത്തിയ കുട്ടികളടുത്ത് അന്വേഷിച്ചപ്പോൾ അവർക്ക് അവരുടെ ആ മാസത്തേക്ക് രക്ഷകർത്താക്കളാണെങ്കിൽ വീട്ടിൽ ഇഷ്ടം പോലെ വാങ്ങി കൊടുക്കുന്നതായിരിക്കും. 2-3 പാക്കറ്റൊക്കെ സ്കൂളിൽ പോകുമ്പോൾ സെപ്പറേറ്റ് വെക്കാനും അതിനെല്ലാം. ശബ്ദം അങ്ങനെ ഞാൻ വൈഫായിട്ടൊക്കെ സംസാരിച്ച കുട്ടികളുടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കി. പിന്നെ ഇപ്പോൾ നമ്മളെല്ലാ വർഷവും പഠനോപകരണം കൊടുക്കുന്നതിന് പുറമെ ഓണത്തിൻ്റെ ക്രിസ്മസിന് നല്ല രീതിയിൽ അവിടെ പോയി ചെയ്തു കൊടുക്കാറുണ്ട്. ഫോട്ടോ, സ്ലൈഡോ, അങ്ങനെ ഒരു പെൺകൊച്ചിന് എന്തൊക്കെ സാധനം വേണ്ട. അപ്പോൾ 62 കുട്ടികളാകുമ്പോൾ എനിക്ക് വലിയൊരു ചിലവൊന്നുമല്ല. എൻ്റെ മകൾ ഒരു വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ചിന്തിക്കാമല്ലോ. ഒരു പെൺകൊച്ച് ഒരു വർഷം പഠിത്തവും അവരുടെ ഡ്രസ്സ്, അവരുടെ വാങ്ങുന്ന ചെരുപ്പ്, ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ ഉള്ള ഒരു സാമാന്യം ഒരു മിഡിൽ ഈസ്റ്റ് കുട്ടി പോകുമ്പോൾ ഉള്ള ചിലവ് ഒരു വർഷത്തിൽ വരുമ്പോൾ അതവിടെ അവർക്ക് വേണ്ടി 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ എനിക്കൊരു വലിയൊരിതായിട്ടുള്ള മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 22ാം വാർഷിക ആഘോഷം നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ഇവിടെ ഗാന്ധി ഭവനിൽ വെച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? എന്തൊക്കെ പരിപാടികളാണ്? 22 വർഷം വരുമ്പോൾ ഇവിടെ നമ്മൾ 2-3 പേർക്ക് ചികിത്സ ധനസഹായം ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ ജോലിക്കാരാണ് 2 പേര്. ഒരു കൊച്ച് ഒരു ജോലിക്ക് പോകുന്നൊരു ലേഡിയുടെ ചെറുകുട്ടിയാണ്, +2 കഴിഞ്ഞു, നല്ല മാർക്കോടെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ടുവന്നു. ആ കുട്ടിക്ക് ഒരു ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഇതായതുകൊണ്ട്. പിന്നെ 2 പേർക്കും ചികിത്സ ധനസഹായം നമ്മുടെ ആളായതുകൊണ്ട് നമുക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു മനസ്സിലാക്കാം. കഴിഞ്ഞതിൻ്റെ 2-3 വർഷത്തിന് മുമ്പേ ഒരാളിന് നമ്മൾ അവിടെ വെച്ച് ഇതേപോലെ വാർഷികത്തിൽ കൊടുത്ത് അവരിപ്പം അസുഖമെല്ലാം ഭേദമായി നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ ചെറിയൊരു ജോലിക്ക് പോയി തുടങ്ങി. അപ്പം നമ്മൾ വലിയ എമൗണ്ടൊന്നും കൊടുത്തില്ലെങ്കിലും ചെറിയൊരു എമൗണ്ട് കൊടുത്ത് ആ ഒരു നിഷ്കളങ്കമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനും പറ്റും. ഞങ്ങൾക്ക് ചെയ്തതെല്ലാം പ്രായം കുറഞ്ഞ് കുട്ടികളെ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചിലപ്പോൾ അമ്മയും അച്ഛനൊക്കെ പറയും, വലിയ ആൾക്കാർ എന്ത് തന്നാലും അവർക്ക് തന്നതായിട്ടൊരു ഇവർക്ക് അങ്ങനെ ചെയ്തു. പക്ഷെ കൊച്ചു കുട്ടികൾക്ക് അങ്ങനെ തോന്നില്ല. അവർ വലിയ സന്തോഷത്തോടെ കൊടുക്കണം, അത് ഫലം ചെയ്യും അവർക്ക്. അപ്പോൾ ഇപ്പം ഈ പരിപാടികളെ കുറിച്ച് എന്തൊക്കെ പരിപാടികളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? പരിപാടി ഇപ്പം നമുക്ക് ഓണക്കോടി എന്ന് പറഞ്ഞിട്ട് സാരി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും നമ്മൾ ടോക്കൺ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് സാരി കൊടുക്കുന്നുണ്ട്. പിന്നെ
2-3 ആദരവ് വെച്ചിട്ടുണ്ട്. പുറത്തുനിന്നുള്ളൊരു പെങ്കൊച്ച് ഉണ്ട്. അത് ഈ മുഖത്ത് തന്നെ അത് സ്വന്തമായിട്ട് ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്യുന്നവർ. അതൊരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. എനിക്ക് എൻ്റെ പരിചയത്തിൽ സുഹൃത്ത് ഹോസ്റ്റൽ പോലീസിലെ CA സാറ്, ആ സാറിൻ്റെ റിലേറ്റീവിലൊരു കൊച്ചാണ് അനിൽ സാർ എന്ന് പറയുന്നത്. കോട്ടയത്തോ അങ്ങനെയാണ് സ്ഥലം, ശരിക്കും അഡ്രസ്സ് നോക്കിയാലേ അറിയാവും. അവിടെ നിന്നൊരു കൊച്ചുണ്ട്. പിന്നെ നമ്മുടെ 2 CA മാരായിട്ട് ചാർട്ടേഡ് കണക്ക് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ GSTയും ടാക്സും ചെയ്ത് നമ്മുടെ ഓഫീസിനൊരു VIP ലുക്കിലോട്ട് കൊണ്ടെത്തിച്ചത് അവർ 2 പേരാണ്. അപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു പ്രോത്സാഹനം പോലെ ആദരവ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി പുതിയ 22 വർഷം പൂർത്തിയായി, ഇനിയുള്ള എന്തെങ്കിലും ഭാവി പരിപാടികളെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ? വേറെ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യണമെന്ന് അങ്ങനെ എന്തെങ്കിലും? അതെല്ലാം ഇനി മോൻ്റെ കയ്യിലാണ്. അവന് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫുകളാണ്. അവരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വർഷങ്ങളോളം ആയ ആൾക്കാരുണ്ട്, 1 വർഷവും 2 വർഷമായ ആൾക്കാർ ഇപ്പോഴും കൂടെ ഉണ്ട്. അങ്ങനെ അവരാണ് എൻ്റെ ശരിക്കും പറഞ്ഞ ഗുരുവായൂരപ്പൻ്റെ നട്ടെല്ലെന്ന് പറയുമ്പോൾ അവരാണ്. ഞാനൊരു സപ്പോർട്ട് അവർക്ക് കൊടുക്കണമെന്നേ ഉള്ളൂ. കാണില്ല, ചുരുക്കം സമയം മാത്രമേ കാണുള്ളൂ. രാവിലെ വന്ന 1 മണിക്കൂറോ 2 മണിക്കൂറോ, ബാക്കി കംപ്ലീറ്റും അവരുടെ കയ്യിലാണ്. അവരുടെ സ്വന്തം സ്ഥാപനം പോലെ അവർ നോക്കി നല്ല രീതിയിൽ പുതിയ ആൾക്കാരും വന്നാലും ഓപ്പൺ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ? ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഒരു വൃദ്ധസദനം ഞാൻ കൊറോണ സമയത്ത് പൂട്ടിയതാണ്. അത് ചെയ്യണമെന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. സ്വന്തം സ്ഥലമാകുമ്പോൾ നമുക്ക് വിഷമമില്ല, വാടക കൊടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഒരാളെ വന്നാൽ ഇപ്പോൾ ഒരു കുറച്ച് നല്ല രീതിയിൽ തന്നെയാണ് ഒരു 5 സെൻറ്റിലൊരു 4500 സ്ക്വയർ ഫീറ്റിലൊരു ബിൽഡിംഗ് പണിയുന്നുണ്ട്. മിക്കവാറും 26 ലാസ്റ്റിന് മുമ്പേ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഓക്കെ. അപ്പം ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒട്ടനവധി കുടുംബങ്ങളിൽ വിളക്കായി മാറുകയും അവർക്ക് ഒരു തൊഴിലെന്ന് പറയുന്നത് ഞാനൊരു വ്യത്യസ്തമായിട്ട് മനസ്സിൽ കരുതിയിരിക്കുന്നത് നടക്കുമെന്ന് അറിഞ്ഞുള്ള മനുഷ്യരാണ്. എൻ്റെ കൂടെ തന്നെ ഇവിടെ ജോലി ചെയ്ത കഴിഞ്ഞ വർഷം നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ആരെയും പേരെടുത്ത് പറയാനുള്ള ഒരുപാട് ചെയ്തു കൊടുക്കുന്ന ചാരിറ്റി ചെയ്യുന്ന വലിയ വീടുകളൊക്കെ വെച്ച് കൊടുക്കുന്നവരെയൊക്കെ ഞാൻ സമീപിച്ചവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് എല്ലാവരും ഓന്ന് പറയും, സമ്മതിച്ച് ചെയ്യൂല എന്ന് പറയില്ല. നല്ല വലിയ ചാരിറ്റി ചെയ്യുന്നവർ ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നത് കൊണ്ട് ഞാൻ അവരെയും സമീപിച്ച് അവരെ കൊണ്ട് സ്റ്റേജിൽ ഇരുത്തി ഞാൻ കാണിച്ച് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഒരു പിറ്റേ വർഷമായി നമ്മുടെ വാർഷിക പിറ്റേ വർഷം 21 22. അപ്പം അവരാരും ഇന്നവരെ അവരെ വിളിച്ചിട്ട് ഇവിടെ ഒന്നും പറഞ്ഞു. അപ്പം എൻ്റെ മകൻ്റെ കല്യാണം ഏപ്രിൽ 19 2026. അപ്പോൾ വീട്ടിൽ അച്ഛൻ ചിലപ്പോൾ പറയാം മഹാലക്ഷ്മിയെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പൈസ തന്ന മുമ്പ് നമ്മൾ ചെറുതിലൊന്നും വാങ്ങൂല. മഹാലക്ഷ്മിയാണ്, അത് നമ്മൾ വേണ്ടാന്ന് പറയാൻ പാടില്ല. അത് പുറംകാല് കൊണ്ട് അടിക്കുമ്പോൾ അത് വാങ്ങണം. അപ്പോൾ ഈ കല്യാണ വീടുകളിലൊന്നും ആരും സംഭാവന വാങ്ങാറില്ല, VIP ആർക്കും അതൊരു ഷെയിം പോലെയാണ്. പക്ഷെ ഞാനത് വൈഫിൻ്റെ അടുത്തും പറഞ്ഞു, മോൻ്റെ അടുത്തും പറഞ്ഞു. പക്ഷെ ആ ഒരു കിട്ടുന്ന ഫണ്ട് എടുത്തിട്ട് അവർക്കൊരു ചെറിയ വീട്, ഒരു മുറിയും ഒരു അടുക്കളയും റൂമും മതി, ഒരു ബെഡ്റൂമും ഒരു കിച്ചനും മതി എന്നവർ ഒത്തിരി പ്രാവശ്യം എന്നെ വിളിച്ച് പറഞ്ഞു. സാർ ടെറസ് വേണ്ട, എനിക്ക് ഷീറ്റിട്ട് കിട്ടിയാൽ മതി. അവരിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവർക്കൊരു അവരെന്നും ഒരു പ്രാവശ്യമെങ്കിലും അവർ എന്നെ ഓർമ്മിക്കാതിരിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറിലൊന്ന് കിണർ വെട്ടാൻ വേണ്ടി ഞാനാണ് ഒരു 10,000 രൂപ കൊടുത്തത്. 2022 കൊടുത്തതാണ്. അപ്പോൾ അവരെപ്പോഴും എന്നെ വിളിക്കുമ്പോൾ പറയും, സാറേ ഞാൻ ഇന്നും കിണറിൽ നിന്ന് വെള്ളം അവർ കോരിയാണ് എടുക്കുന്നത്, കയറിട്ട്. മോട്ടറൊന്നും വയ്ക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇപ്പോൾ വീട് പണിയാൻ ചെയ്ത് ഇന്ന കൂട്ടത്ത് മോട്ടർ എന്തെങ്കിലും വെച്ച് കൊടുക്കണം, വലിയ താഴ്ചയൊന്നും ഉള്ളതല്ല, വർക്കലയാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 2026 27 മുമ്പേ നിനക്കൊരു ചെറിയ വീട് വെച്ച് തരാം. വലുതൊന്നും വെക്കാമെന്ന് എനിക്ക് വാഗ്ദാനം തരാൻ പറ്റില്ല, ചെറിയ അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ വലിയ സംഭവമായിട്ട് പറയാൻ പറ്റുന്നതല്ല. ജീവകാരുണ്യത്തെ പറ്റി ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കുറച്ച് പഠനോപകരണം കൊടുക്കുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ കുറച്ച് ക്യാൻസർ പേഷ്യൻ്റായ രോഗികൾക്ക് ധനസഹായം കൊടുത്തിട്ടുണ്ട്. പിന്നെ പഠനോപകരണത്തിൻ്റെ സഹായം, ഇത് രണ്ടുമാണ് ജീവകാരുണ്യമായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഓർമ്മയിൽ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കിണറിന് അവർക്കൊരു വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ് അടുത്തിനി ഒരാളിന് വീട് വയ്ക്കണം പറ്റുമെന്ന് തോന്നില്ല. എങ്കിലും ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് ചോദിച്ച് അവർ ഒത്തിരി പ്രാവശ്യം ചോദിച്ചതാണ്. അതിങ്ങനെ എൻ്റെ മനസ്സിൽ മാറ്റി വെച്ചിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ തൊഴിൽ ദാനവും ഒക്കെ ചെയ്ത് വിജയകരമായി 22 വർഷം പൂർത്തിയാക്കിയ ഗുരുവായൂരപ്പൻ അസോസിയേഷൻ ഇനിയും ഉയരങ്ങളിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.